സിന്ധു നദീജല കരാർ ഇന്ത്യ ഏപ്രിലിൽ നിർത്തിവച്ചതിനെ തുടർന്ന് സിന്ധു നദീതടത്തിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകളിൽ നിന്നുള്ള ജലപ്രവാഹത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിന്ധു നദീജല കരാർ ഇന്ത്യ ഏപ്രിലിൽ നിർത്തിവച്ചതിനെ തുടർന്നായിരുന്നു സിന്ധു നദീതടത്തിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകളിൽ നിന്നുള്ള ജലപ്രവാഹത്തിൽ ഗണ്യമായ കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നതും. പടിഞ്ഞാറൻ നദികളിലെ ജലപ്രവാഹം നിയന്ത്രിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം ഗുരുതരമായ ക്ഷാമത്തിന് കാരണമാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ ആഴ്ച പാകിസ്ഥാൻ അണക്കെട്ടുകളിൽ നിന്ന് 15% കുറവ് വെള്ളം തുറന്നുവിട്ടതെന്ന് പാകിസ്ഥാന്റെ ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജൂൺ 5-ന് പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നത് കഴിഞ്ഞ വർഷത്തെ 1,44,000 ക്യൂസെക്സിൽ നിന്ന് 1,24,000 ക്യൂസെക്സായി കുറഞ്ഞുവെന്ന് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഖാരിഫ് സീസണിന്റെ അവസാനത്തിൽ പാകിസ്ഥാനിലെ സ്ഥിതി വളരെ ഗുരുതരമാണെന്ന് പാക് ജലവിഭവ വകുപ്പ് അധികൃതർ പറയുന്നുണ്ട്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള അവസാന ഖാരിഫ് സീസണിൽ പാകിസ്ഥാനിലെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. പഞ്ചാബിലെ സിയാൻകോട്ടിലെ മറാലയിൽ സ്ഥിതി വളരെ ഗുരുതരമാണ്. മെയ് 28-ന് 26,645 എന്ന അളവ് ചെനാബ് നദിയുടെ ശരാശരി ഒഴുക്ക് ജൂൺ 5-ന് 3,064 എന്ന നിരക്കിലേക്ക് കുറഞ്ഞുവെന്ന് പാകിസ്ഥാൻ ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ കടുത്ത ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന പ്രവചനം കാരണം പാകിസ്ഥാനിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന മുന്നറിയിപ്പുകളാണ് വരുന്നത്. മധ്യ അപ്പർ പഞ്ചാബ്, ഇസ്ലാമാബാദ്, ഖൈബർ പഖ്തൂൺഖ്വ, കാശ്മീർ, ഗിൽഗിറ്റ്, ബാർട്ടിസ്ഥാൻ എന്നിവിടങ്ങളിൽ പകൽ താപനില സാധാരണയേക്കാൾ 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, പാകിസ്ഥാനിലെ കർഷകരുടെ അവസ്ഥ ദയനീയമായി കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കർഷകർ നിലവിൽ നിരവധി വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നതും. അതിൽ പ്രധാനപ്പെട്ടവയാണ് ജലക്ഷാമം. ഒന്ന്, പാകിസ്ഥാനിലെ കാർഷിക മേഖല സിന്ധു നദിയിലെ ജലത്തെ വലിയ തോതിൽ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുമായുള്ള സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇന്ത്യ ജലം തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകളും പാകിസ്ഥാനിലെ കർഷകർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ജലലഭ്യത കുറയുന്നത് കാർഷിക ഉൽപാദനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. ജലവിതരണം തടസ്സപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് നഗരവാസികളെയും ഗ്രാമീണരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൈന്യത്തിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കർഷകരുടെ ചെറിയ ഭൂമി സൈന്യം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇത് കർഷകരെ സൈന്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. കർഷകർ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കടബാധ്യത തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും വിളനാശവും കാരണം കർഷകർക്ക് വലിയ കടബാധ്യത തന്നെയുണ്ട്. ഇത് അവരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട. സാമ്പത്തിക അസ്ഥിരതയാണ് മറ്റൊരു കാര്യം. പാകിസ്ഥാന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വളരെ മോശമായി മാറിയിരിക്കുകയാണ്. ഇത് കാർഷിക മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ട്. ഉയർന്ന പണപ്പെരുപ്പം, ഉയർന്ന ഉൽപാദന ചെലവ്, ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കായിക എന്നിവ കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന കാരണങ്ങളാണ്. മറ്റൊരു കാര്യം കർഷക പ്രക്ഷോഭങ്ങളാണ്. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കർഷകരെ പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. സിന്ധ് പ്രവിശ്യയിൽ കർഷകർ പോലീസിനെതിരെ തോക്കെടുക്കുകയും ആഭ്യന്തര മന്ത്രിയുടെ വീട് കത്തിക്കുകയും ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സിന്ധു നദിയിലെ ജലം ലഭിക്കാത്തതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് പ്രധാന കാരണമായി ഉയരുന്നത്. ചുരുക്കത്തിൽ ജലക്ഷാമം, സൈന്യത്തിന്റെ ഇടപെടൽ, സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത എന്നിവയെല്ലാം തന്നെ പാകിസ്ഥാനിലെ കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുകയും അവരെ പ്രക്ഷോഭങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം പാകിസ്ഥാന്റെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ചർച്ചയാവുന്ന കാര്യം ഒസാമ ബിൻ ലാദനെ കൊല്ലാൻ അമേരിക്കയെ സഹായിച്ചതിന് ഇപ്പോഴും പാക് ജയിലിൽ കഴിയുന്ന ഡോക്ടർ ഷക്കീർ അഫ്രീദിയെ മോചിപ്പിക്കണമെന്നും ഷർമാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ്. ഇതാണിപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചാരണം നടത്താൻ അമേരിക്കയിലെത്തിയ പാക് സംഘത്തിന് വൻ തിരിച്ചടിയാണ് ഉണ്ടായത്. ആഗോളതലത്തിൽ ഭീകര സംഘടനയെന്ന് മുദ്രകുത്തിയ ജെയ്ഷെ മുഹമ്മദിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയെ അമേരിക്കൻ നിയമസഭാംഗം വിമർശിച്ചതിനെ തുടർന്ന് ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചാരണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ ഇല്ലാതാക്കാൻ രാജ്യം കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന് അമേരിക്ക കർശനമായ ഉപദേശവും നൽകിയിരുന്നു. പാകിസ്ഥാൻ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് അമേരിക്ക ഭൂട്ടോയുടെ സംഘത്തോട് പറഞ്ഞു.
ഭീകരതയ്ക്കെതിരെ പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദിനെതിരെ പോരാടേണ്ടതിന്റെ പ്രാധാന്യം പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് ഊന്നി പറഞ്ഞതായി അമേരിക്കൻ നിയമസഭാംഗം വെളിപ്പെടുത്തി. 2022 അമേരിക്കൻ പ്രവർത്തകൻ ഡാനിയൽ പേളിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് സംഘമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര ഗ്രൂപ്പുകളെ നേരിടേണ്ടത് പ്രധാനമാണെന്ന് പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോട് പറഞ്ഞതായും പേൾ കുടുംബത്തിന്റെ ദുരവസ്ഥ പങ്കുവച്ചതായും അമേരിക്കൻ നിയമസഭാംഗം തന്റെ പോസ്റ്റിൽ കുറിച്ചിരുന്നു. കാലിഫോർണിയയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ആശങ്കകൾ ഉന്നയിച്ചു. പാകിസ്ഥാനിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അഹമ്മദിയ മുസ്ലിങ്ങൾക്കും അക്രമം, പീഡനം, വിവേചനം അല്ലെങ്കിൽ അസമമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയെ ഭയപ്പെടാതെ അവരുടെ വിശ്വാസം ആചരിക്കാനും ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കുവാനും അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റൊരു കാര്യം, പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച 25 മിനിറ്റോളമായിരുന്നു നീണ്ടുനിന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നിയന്ത്രിത നടപടിയോട് പൂർണ്ണ പിന്തുണയായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത്. JD വാൻസുമായി നടന്നത് ഏറ്റവും മികച്ച കൂടിക്കാഴ്ച എന്നായിരുന്നു ശശി തരൂർ MP പറഞ്ഞത്. കുടുംബത്തോടൊപ്പം ഇന്ത്യ സന്ദർശിച്ചതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പഹൽഗാമിൽ നടന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ നിയന്ത്രിത നടപടിക്ക് അദ്ദേഹം പൂർണ്ണ പിന്തുണയും ആദരവും അറിയിച്ചു. ഇന്ത്യക്ക് അത്തരമൊരു മറുപടി നൽകാൻ എല്ലാ അവകാശവും ഉണ്ടായിരുന്നു. ഭീകരവാദത്തെ ചെറുക്കുന്നതിനുള്ള സഹകരണം ഉൾപ്പെടെ ഇന്ത്യ അമേരിക്ക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ JD വാൻസുമായി സംസാരിച്ചുവെന്നായിരുന്നു അമേരിക്കയിലെ ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഗയാന, പനാമ, കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രതിനിധി സംഘം വാഷിംഗ്ടണിൽ എത്തിയതും.